കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കേണ്ട കാലമായെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും MP-യുമായ ബിനോയ് വിശ്വം. സത്യവും ധർമ്മവും മാറ്റിവെച്ച് കാശുണ്ടാക്കിയാൽ മതിയെന്ന ചിന്തയാണ് പലയിടത്തും മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മാങ്ങോട് ചെമ്മന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനായി MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായത്. ആ വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യത്തെ വഴിമാറ്റിവിടാൻ ശ്രമിക്കുന്ന ചിലർ ചെയ്ത ചിത്തത്തരങ്ങളുടെ പേരിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ മുങ്ങിത്താണുപോകാൻ പാടില്ലെന്നും ബിനോയ് വിശ്വം MP പറഞ്ഞു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ കഥ അതാണ് പറയുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അടിയിലുണ്ടാകേണ്ടുന്ന ഈ വിശ്വാസ്യത, അതിൻ്റെ എല്ലാം അടിയിൽ എന്നും വർത്തിക്കേണ്ട സത്യസന്ധത, അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം ചേർന്ന് ഉയർത്തിപ്പിടിക്കേണ്ട കാലമായിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് സത്യവും ധർമ്മവും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം, കാശുണ്ടാക്കിയാൽ മതി എന്ന വാദം ശക്തിപ്പെടുന്നുണ്ട്. പണ്ട് പഴഞ്ചൊല്ലായിരുന്നു, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളുമെന്ന്. ഇന്നത് പഴഞ്ചൊല്ലല്ല, ഇന്നതാണ് ഒരു വലിയ നീതിശാസ്ത്രമായി പലരും കാണുന്നത്. അതിന് മേൽക്കൈ വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്. അത് സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ പ്രസ്ഥാനം തകരാൻ പാടില്ല. സഹകരണ പ്രസ്ഥാനം ക്ഷീരരംഗത്താകട്ടെ, ഏത് രംഗത്തുമാകട്ടെ, അത് തകരാൻ സമ്മതിക്കാൻ പാടില്ല. അതിൻ്റെ അസ്ഥിവാരം ശക്തിപ്പെടുത്തിയേ തീരൂ. ജനങ്ങൾക്കും നാടിനും മുന്നോട്ട് പോകാൻ എന്നും വഴി കാണിക്കാൻ വേണ്ടി ലക്ഷ്യമാക്കപ്പെട്ട അത്തരം പ്രസ്ഥാനങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏതാനും പേർ ചെയ്ത ചിത്തത്തരങ്ങളുടെ പേരിൽ മഹത്തായ ഈ സങ്കല്പം, ഈ പ്രസ്ഥാനം, അത് മുങ്ങിത്താണ് പോയിക്കൂടാ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാങ്ങോട് ചെമ്മന്നൂരിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനായി ബിനോയ് വിശ്വം MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരള ഫെഡ് ചെയർമാൻ വി ചാമുണ്ണി, മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ KS മണി, മുൻ കാംകോ ചെയർമാൻ KP സുരേഷ് രാജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, മുസ്തഫ OK, A ശങ്കരനാരായണൻ, വിനോദ് കുമാർ K, അശ്വതി S, പ്രഭാവതി A, K മണികണ്ഠൻ തുടങ്ങിയവരും ജനപ്രതിനിധികളും സഹകരണ സംഘം പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.